ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലഞ്ച് ബാഗ് ഉണ്ടാക്കുകയാണ്. അതും വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ലെച്ചിൻ്റെ ഒരു ജീൻസ് പാൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എന്നോ തയ്ച്ചിട്ട് ബാക്കി വന്നുള്ള എന്തൊരു മെറ്റീരിയലാണിത് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ ഉണ്ടല്ലോ, ഇതുപോലത്തെ കവറിലല്ലേ നമുക്ക് മെറ്റീരിയൽസൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു കവർ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട സിബ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതൊരു 10 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലുമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 10 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതിയിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കവറിൻ്റെ നടുവൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ചെറിയൊരു കർവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ ഇത് കാണുന്ന പോലെ ചെറിയൊരു കർവ് വരച്ചു കൊടുക്കുക. കർവ് വരച്ചെടുത്തിട്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഈ ഒരു അളവിനാട്ടോ നമ്മൾ ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ആ ജീൻസ് മെറ്റീരിയലും പിന്നെ ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു മെറ്റീരിയലും കൂടി ഉണ്ട്, അതും കൂടി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കവർ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ തുണിയൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് ചുളിവുണ്ടായിരുന്നു, എന്നോ മാറ്റി വെച്ചൊരു പീസായിരുന്നു അത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അയൺ ചെയ്തെടുത്തുള്ള ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾക്ക് ആ കവർ വെച്ച് കൊടുക്കാം. ആ കവർ വെച്ച് കൊടുത്തിട്ട് അത് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു മെറ്റീരിയൽ കൂടെ ആ ഒരു കവറിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ജീൻസിൻ്റെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ജീൻസിൻ്റെ മെറ്റീരിയലാണ് ബാഗിൻ്റെ പുറം വശത്തായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജീൻസിൻ്റെ മെറ്റീരിയലും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ജീൻസിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ താഴ്ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് എത്രയാണോ നമ്മൾ കവറിൻ്റെ ആ ഒരു അളവ് എടുത്തത്, അതായത് 10 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതി, ആ ഒരു അളവിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു ജീൻസിൻ്റെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ജീൻസിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് ഒന്ന് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ച് വിടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 10 ഇഞ്ച് നീളത്തിന് 10 ഇഞ്ച് വീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കാലിൻ്റെ ആ ഒരു അളവിനല്ലേ ഈ ഒരു പാൻറ്റിൻ്റെ ഷേപ്പ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ സ്റ്റിച്ചും കൂടി നമുക്കൊന്ന് അടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് പൊട്ടിക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഇതാട്ടത് നമ്മുടെ ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചും കൂടി അഴിച്ചിട്ട് ആ തുണി ഒന്ന് നിവർത്തി അയൺ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ജീൻസ് മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതേ ഷേപ്പിൽ ഈ ജീൻസ് മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ജീൻസ് മെറ്റീരിയൽ ചെറുതായിട്ട് ഇങ്ങനെ വലിയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള ബാഗിൻ്റെ പുറംവശത്തിന് ആവശ്യമുള്ള ഷേപ്പിൽ നമ്മൾ 3 മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു കവറ്, പിന്നെ ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പിങ്ക് കളറ്, പിന്നെ നമ്മുടെ ജീൻസ് മെറ്റീരിയലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3ഉം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് 3ഉം ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബാഗിൻ്റെ ഉൾവശത്ത് ഏത് മെറ്റീരിയലാണോ വരുന്നത് ആ മെറ്റീരിയൽ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുകിലായിട്ട് ആ ഒരു കവറിൻ്റെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ പുറം വശത്ത് ഈ ജീൻസ് മെറ്റീരിയലാണ് വരേണ്ടത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്ത് ഇനി 3ഉം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നടുക്കിലൊരു സൂചി കുത്തി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തുണി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെന്നി പോവാതിരിക്കാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാഗിൻ്റെ ഒരു വശത്തേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മറ്റൊരു മെറ്റീരിയലും കൂടെ ഉണ്ടല്ലോ, അതുകൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ബാലൻസ് ഒക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാഗിൻ്റെ സൈഡ് വശത്തിനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ജീൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ള ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാഗിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനുള്ള മെറ്റീരിയലിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാഗിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുക. എന്നിട്ട് ആ അളവ് എത്രയാണോ കിട്ടിയത് വെച്ചെങ്കിൽ ആ അളവ് ഇതുപോലെ നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ടുള്ള മെറ്റീരിയൽ അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് വീതി നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത്രയും വീതിയും അത്രയും നീളവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം.
കട്ട് ചെയ്ത മെറ്റീരിയൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനുള്ള ലൈനിങ്ങും പിന്നെ ആ ഒരു കവറിൻ്റെ ഭാഗം കട്ട് ചെയ്തതും അത് നേരത്തെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ എടുത്തോ അതുപോലെ തന്നെ ഇതിലും മെറ്റീരിയൽ അതുപോലെ എടുത്തിട്ട് നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സൈഡിലേക്ക് വേണ്ട ഭാഗം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കതൊന്ന് വൃത്തിയിലാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അടുത്ത മേൽഭാഗത്തിൻ്റെ സൈഡും കൂടി വേണ്ടത്. നമുക്ക് താഴ്ഭാഗത്തിൻ്റെ സൈഡാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് മേൽഭാഗത്തിൻ്റെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മേലത്തെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള അളവ് നോക്കാം. അപ്പോൾ നമ്മൾ താഴെ എങ്ങനെയാണോ അളവ് എടുത്തത് അതുപോലെ തന്നെയാണ് മേലെയും ടാപ്പ് ഉപയോഗിച്ചിട്ട് അളവെടുക്കേണ്ടത്. അതായത് എവിടെ നിന്നാണോ നമുക്ക് അളവ് തുടങ്ങേണ്ടത് അവിടെ നിന്ന് ഇതുപോലെ തന്നെ ടാപ്പ് വെച്ചിട്ട് അളന്നെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അളന്നെടുത്ത ഭാഗം ഇതുപോലെ ജീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ജീൻസിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മെറ്റീരിയലിൻ്റെ വീതി അതുപോലെ എടുക്കുക. പിന്നെ നമുക്ക് ഇത് അളന്നിട്ട് എത്രയാണോ നീളം കിട്ടുന്നത് വെച്ചെങ്കിൽ അത്രയും നീളം എടുക്കുക. വീതി ഒരുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഞാൻ അതിന് മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലിനെ നമുക്ക് രണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ എടുത്ത അതേ മെറ്റീരിയൽസ് നമ്മൾ എടുക്കാൻ വേണ്ടി മറക്കരുത്. അതായത് ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ ആ കവറൊക്കെ നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൂടെ ഒപ്പം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ നടു കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കൊന്ന് നടു കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നടു കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം കവർ വെച്ച് കൊടുക്കുക, ലൈനിങ് വെച്ച് കൊടുക്കുക, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിബ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജീൻസ് മെറ്റീരിയലും കൂടെ അതിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ് അതിനുള്ളിലായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അകംപുറം മറയ്ക്കാന്ന് പറയില്ലേ, ഇതുപോലെ മറിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ജീൻസ് മെറ്റീരിയലും ബാക്ക് വശത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും സിബിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്കും പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു സൈഡ് ഭാഗം കൂടി നമ്മൾ കറക്റ്റായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. സിബ് അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സിബിൻ്റെ ആ ഒരു സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗത്തും സിബിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ തുണി വെച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബിൻ്റെ വർക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ഈ ബാഗിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പുള്ളിയുള്ള ജീൻസിൻ്റെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൻ്റെ മേലെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ, നൂല് മാറ്റി കൊടുത്തിട്ട്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത മോഡൽ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ഞാനിതുപോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ള നൂല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ വെള്ള നൂലാകുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണാനുണ്ടാവും. മറ്റേത് ആ ഒരു കളർ നൂലാകുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളതെങ്കിൽ അതുപോലെ വരച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഫൈനലി നമ്മുടെ ആ ഒരു ഡിസൈൻ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ചോക്കിൻ്റെ ആ ഒരു കളർ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക. നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. ഇനി ബാഗിന് വേണ്ടിയിട്ടുള്ള വള്ളി വെച്ച് കൊടുക്കുക എന്നുള്ള അതിനൊരു പിടിക്കാനുള്ളൊരു വള്ളി വേണമല്ലോ. അപ്പം ഞാൻ ഇതും നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത ആ ഒരു മെറ്റീരിയൽസ് നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതുപോലെ ഒന്ന് വള്ളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് പിന്നീട് ഈ ഒരു പിടുത്തം വെക്കുമ്പോൾ അതൊരു വൃത്തിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡത്തെ പിടുത്തം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ആ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഫ്രണ്ടിലൊരു അറയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മറ്റൊരു അറ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമില്ലേ സ്റ്റിച്ച് ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാഗിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്പുറത്തെ സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മൾ ആ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിബിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു വീതിയുടെ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ താഴത്തെ സൈഡ് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ മുകളിൽ സിബ് വയ്ക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫൈനലി നമ്മുടെ ലഞ്ച് ബാഗിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന ഒരു ജീൻസ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാഗൊക്കെ ഉണ്ടാക്കാവുന്ന പറ്റുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ലഞ്ച് ബാഗൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.